Boche Gold and Diamonds. Buy now, pay later. പോലീസിനെ സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണണം. 60 പോലീസുകാർ രാപ്പകൽ ജോലി ചെയ്യേണ്ട സ്റ്റേഷനിൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് പോലും സൗകര്യമില്ല. മാത്രമല്ല, ക്രിമിനലുകളെ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ പാർപ്പിക്കുന്നത് പോലും സുരക്ഷ ഒട്ടുമില്ലാത്ത ലോക്കപ്പിലാണ്. പരാതിക്കാർ വന്നാൽ ഇരിക്കാൻ പോലും ഇവിടെ ഇടമില്ലെന്നതാണ് യാഥാർത്ഥ്യം. വനിതാ പോലീസുകാരുൾപ്പെടെ ജോലി ചെയ്യുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കുമില്ല വിശ്രമിക്കാൻ ആവശ്യമായ മുറിയും ശൗചാലയവും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനിലെ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയാണിത്. ഇത്രയധികം പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ 500 ചതുരശ്ര അടി പോലുമില്ല സ്ഥല സൗകര്യം. വയർലെസ്സും കമ്പ്യൂട്ടറുകളും ഫോട്ടോസ്റ്റാറ്റ് യന്ത്രവും തോക്ക് പോലുള്ള മറ്റു ഉപകരണങ്ങളുമെല്ലാം പലയിടങ്ങളിലായി അടുക്കും ചിട്ടയുമില്ലാതെ വെച്ചിരിക്കുന്നു. വർഷങ്ങളായി പോലീസ് സ്റ്റേഷന്റെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിലും റെയിൽവേ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഓടിട്ട പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചെങ്കിലും ഒരു പരിഗണനയും പോലീസ് സ്റ്റേഷന് നൽകിയില്ല. 2000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമെങ്കിലും ഇത്രയും പോലീസുകാർ ജോലി ചെയ്യുന്നതിന് ആവശ്യമാണ്. ഇത്തരം കെട്ടിടങ്ങൾ റെയിൽവേയുടെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നുമുണ്ട്. എങ്കിലും സംസ്ഥാന പോലീസിന് നൽകില്ലെന്നതാണ് റെയിൽവേയുടെ നിലപാടെന്ന് പരാതിയുണ്ട്. സദേൺ റെയിൽവേയുടെ പോലീസുകാരുടെ വേതനം നൽകുന്നതിൽ പകുതിയും സംസ്ഥാനവും പകുതി റെയിൽവേയുമാണ് നൽകുക. രാപ്പകലില്ലാതെ തീവണ്ടികളിൽ സുരക്ഷാ ജോലി ചെയ്യുന്നതുൾപ്പെടെ കഴിഞ്ഞെത്തുന്ന പോലീസുകാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. മഴക്കാലം ശക്തമായാൽ അതിനെ ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടം അതിജീവിക്കുമോ എന്ന് പോലും സംശയമാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.